പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തോമസ് അച്ഛനാണ്. പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലരുമേ, സ്നേഹത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ സന്ദേശം ഈശോയുടെ തിരുഹൃദയത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാർ ഹൃദയത്തെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒന്നാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമുക്കെല്ലാം മാറ്റിമറിക്കാൻ സാധിക്കും എന്നുള്ള 2 ചാക്രിക ലേഖനങ്ങളെക്കുറിച്ചുള്ള ആദ്യ സന്ദേശം നമ്മൾ കേട്ടു. രണ്ടാമത്തെ സന്ദേശം മനഃശാസ്ത്രജ്ഞനായ എറിക് എറിക്സൺ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പോരായ്മകളും കുറവുകളും സ്നേഹത്തിൻ്റെ തികവ് വരാത്തതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. മൂന്നാമത്തെ സന്ദേശം മറ്റൊന്നാണ്. 1875 1961 കാലഘട്ടങ്ങളിൽ ജീവിച്ച സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സമകാലികനായ കാൾ യൂങ് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വച്ചേക്കുന്നത്. അദ്ദേഹം പറയുന്നത് സ്നേഹമെന്നാൽ അത് സാന്നിധ്യമാണ്, ഈ നിമിഷം അനുഭവിക്കുന്നതാണ്. ഇംഗ്ലീഷുകാരനാണ്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ലവ് ഈസ് പ്രസൻസ് ആൻഡ് പ്രസൻറ്റ്. ഈ നിമിഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സ്നേഹം. ഇത് ഇപ്പോൾ നിലനിൽക്കുന്നതാണ്. നമ്മൾ എന്നെ നിങ്ങൾ എപ്പോഴും സ്നേഹിക്കണം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് സ്നേഹമല്ല, അത് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അടുപ്പം എന്നാണ്. സ്നേഹം എംപ്രൈസസ് അൺനോൺ. രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഇപ്രകാരമാണ്: സ്നേഹം എല്ലാ അനിശ്ചിതത്വത്തിലേക്കും കടന്നു ചെല്ലുന്നതാണ്. ഇപ്പം നമ്മുടെ കൂട്ടുകാരും സഹോദരികളും മാതാപിതാക്കളൊക്കെ ഇവിടെ അയർലൻഡിൽ, ഇംഗ്ലണ്ടിൽ, അമേരിക്കയിൽ, കാനഡയിൽ, ജർമ്മനിയിൽ, ഒമാനിൽ, ദുബായിൽ, ഖത്തറിൽ, എല്ലായിടത്തും ഇല്ല. അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ സാഹചര്യങ്ങളെയൊക്കെ അവർ സ്നേഹിച്ച് ജീവിക്കുകയല്ല. എന്തായിത്തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോകുമെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവിടുത്തെ ജനതയുമായിട്ട് ഇടപഴകി അവർ ജീവിക്കും. ഇതാണ് സ്നേഹം. എല്ലാത്തിനെയും ആശ്ലേഷിക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് സ്നേഹം ഈസ് എക്സ്പാൻസീവ്. അതിരുകളില്ലാത്ത സ്നേഹമാണ്. നമ്മൾ പാട്ട് പാടാറില്ല, അതിരുകളില്ലാത്ത സ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം. എല്ലാത്തിനെയും സ്നേഹിക്കുന്ന ഒന്നാണ് സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ കുറച്ചു പേരിൽ ഒതുങ്ങുക, മാതാപിതാക്കളിൽ, മക്കളിൽ, സുഹൃത്തുക്കളിൽ, സാഹചര്യങ്ങളിൽ, ഇടവകയിൽ, അതൊക്കെ സ്നേഹത്തിൻ്റെ മറ്റൊരവസ്ഥ. സ്നേഹമല്ലാതെ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അടുപ്പം എന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹം പറയുന്നത് ലവ് ഈസ് ടു ബി ചോസൺ അഗെയിൻ ആൻഡ് അഗെയിൻ. സ്നേഹം വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലും ഒരു പാകപ്പിഴയോ എന്തെങ്കിലും ഒരു പോരായ്മകളോ വന്ന് പിന്നെ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക, ഇനി അങ്ങനെയുള്ള വ്യക്തികളായിട്ട് ബന്ധപ്പെടാതിരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കുക, അത് ഒഴിഞ്ഞുമാറലാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്നേഹം അങ്ങനെയല്ല. സ്നേഹം യഥാർത്ഥത്തിൽ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒന്നാണ് എന്നാണ്. സ്നേഹം ഈസ് എക്സ്പീരിയൻസ്. സ്നേഹം അനുഭവമാണ്. ഇപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളോടുള്ള സ്നേഹം, സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളോടുള്ള സ്നേഹം, ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം, ഇതൊക്കെ അനുഭവങ്ങളാണ്. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ആഴപ്പെടുമ്പോഴാണ് സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അദ്ദേഹം പറയുന്നത് സ്നേഹം എക്സിസ്റ്റ് ഫ്രീലി. സ്നേഹം വളരെ സ്വതന്ത്രമായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, സ്നേഹം എനിക്കത് വേണം, എനിക്കിത് വേണം, നീ എന്നെ സ്നേഹിക്കാവൂ, നീ എന്നെ മാത്രം മനസ്സിലാക്കാവൂ, ഞാൻ വിളിക്കുമ്പോഴൊക്കെ നീ കേൾക്കണം, അതൊന്നും സ്നേഹമല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അതൊക്കെ അറ്റാച്ച്മെൻ്റ് ആണെന്നാണ്. സ്നേഹത്തെ അത് മറ്റൊരു തരത്തിലേക്ക് അത് സ്നേഹത്തിൻ്റെ മറ്റൊരു അവസ്ഥ പോലുമായി തീരാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്ന് പറയുന്നത്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുകയും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 35-ാം വാക്യം. ഈശോ എങ്ങനെ സ്നേഹിച്ചേ? ഈശോ തൻ്റെ തിരുശരീര രക്തങ്ങൾ നമുക്കായിട്ട് നൽകി ക്രൂശിതനായിക്കൊണ്ട്. അപ്പം നമുക്കും പരസ്പരം സ്നേഹിക്കുമ്പോൾ ഒരു കണ്ടീഷനും വെക്കാതെ, ഒരു വ്യവസ്ഥകളില്ലാതെ, യാതൊന്നും ആവശ്യപ്പെടാതെ, യാതൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെ വക്താക്കളായി തീരുക. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ 21 പ്രാവശ്യമാണ് സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 4 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ 28 പ്രാവശ്യം സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹം അത്ര ആഴപ്പെട്ടതാണ്. നമ്മളുടെ താൽക്കാലിക സാഹചര്യങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ,
അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളിലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല സ്നേഹം. അതുപോലെ വ്യാപിച്ചു പോകുന്നതാണെന്നാണ്. അങ്ങനെ വ്യാപിച്ചു പോയാലേ അത് സ്നേഹമാകുള്ളൂ എന്നാണ് നമ്മുടെ കാളിയൂങ്ങ് പറയുന്നത്. നമുക്ക് നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി തീരാനായിട്ട് സർവ്വേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ സ്നേഹ സന്ദേശങ്ങൾ അതുപോലെ വീഡിയോസൊക്കെ കാണുന്നവർ എല്ലാവരിലേക്കും ഷെയറും ചെയ്യണം. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. അതുപോലെ എല്ലാവരോടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും പറയണേ. അപ്പോഴാണ് നമ്മൾ ഇറക്കുന്ന വീഡിയോ ഒക്കെ എല്ലാവർക്കും കിട്ടുകയുള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.